എൻക്ലിക്സ് ആർ എൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ബോട്ടൈ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഇതിന്റെ സ്കോറിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമുക്കൊരു ബോട്ടൈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവർ ചോദിക്കുക, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്കോറിംഗ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടൈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, നൗ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കേസ് സ്റ്റഡിയാണ്. അതായത് ആ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണ്, എങ്ങനെയാണ് പേഷ്യൻറ്റ് വന്നത്, എന്ത് പ്രോബ്ലം ആയിട്ടാണ് വന്നത്, സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്കിവിടെ വൈറ്റൽ സൈൻസ് കാണാനായിട്ട് സാധിക്കും. സാധാരണ കേസ് സ്റ്റഡിയിൽ പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് കാണും, ഒരു ടാബ്, പിന്നെ വൈറ്റൽ സയൻസ് വരാം, ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് കൊടുക്കാം, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുക്കാം, ചിലപ്പോൾ നമുക്ക് അസസ്മെൻറ്റിൻ്റെ ഫൈൻഡിങ്സ്, ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ കൊടുക്കും കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ആണ് നമ്മൾ ഈ ബോട്ടൈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസിങ് ക്യൂസ് എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് നന്നായിട്ട് ഗോ ത്രൂ ചെയ്തിട്ട്, വൈറ്റൽ സയൻസ് ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് അബ്നോർമലായിട്ട് തോന്നുന്നത്, ഏതാണ് നോർമലായിട്ട് തോന്നുന്നതെന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഏതാണ് അബ്നോർമൽ, ഏതാണ് നോർമൽ. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ദ ക്ലയൻറ്റ് അറൈവ്സ് വിത്ത് ലെഫ്റ്റ് ഫേഷ്യൽ ഡ്രൂപ്പ്. അപ്പം ലെഫ്റ്റ് ഫേഷ്യൽ ഡ്രൂപ്പ് എന്ന് പറയുന്ന ഒരു അബ്നോർമൽ സിംറ്റം ആണ് അല്ലേ. ഇന്നബിലിറ്റി ടു മൂവ് ഹർ ലെഫ്റ്റ് ആം, ഇന്നബിലിറ്റി ടു മൂവ് ഹർ ലെഫ്റ്റ് ആം എന്ന് പറയുന്നതും ലെഗ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു അബ്നോർമാലിറ്റിയാണ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. എക്സ്പ്രസീവ് അഫേസിയ, അഗെയിൻ ഒരു അബ്നോർമാലിറ്റി ആണ്. അക്കോർഡിംഗ് ടു ദ ഹസ്ബൻഡ് ദേ വെയർ ഔട്ട് ഈറ്റിംഗ് ഡിന്നർ. അപ്പോൾ ദേ വെയർ ഔട്ട് ഈറ്റിംഗ് ഡിന്നർ എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല, സോ നമ്മൾ എടുക്കണ്ട കേട്ടോ. ആൻഡ് ദ സിംറ്റം സ്റ്റാർട്ടഡ് സഡൻലി. ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം കേസ് സ്റ്റഡിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണും, അതിനകത്തൊന്ന് ആവശ്യമുള്ളത് മാത്രം ഒന്ന് സ്കിം ആൻഡ് സ്കാൻ ചെയ്യുക കേട്ടോ. ഷീ ഫെൽ ടു ദ ഗ്രൗണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ദ സിംറ്റം സ്റ്റാർട്ടഡ് 45 minutes പ്രയർ ടു അറൈവൽ അറ്റ് ദ ഇ ഡി. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് ഏട്രിയൽ ഫിബ്രിലേഷൻ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെലൈറ്റസ്, ഹൈപ്പർ ലിപ്പിഡീമിയ. അപ്പം പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സിംറ്റംസ് നമുക്ക് കിട്ടി. ഇനി ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ഓക്സിജൻ സാച്ചുറേഷനും ബ്ലഡ് പ്രഷറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് അബ്നോർമാലിറ്റി എന്താണ്, 181/109 എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള വാല്യൂ ആണ്. പക്ഷേ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പേഷ്യൻറ്റിന്, അത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. അതൊരു എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണോ അൺഎക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണോ എന്ന് നോക്കണം. അപ്പം 181 എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആണ് കേട്ടോ. അപ്പം അത്രയും BP ഉണ്ട്. പിന്നെ ഫേഷ്യൽ ഡ്രൂപ്പ് കാണാം, ലെഫ്റ്റ് സൈഡ് ആണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത് കേട്ടോ. അഫേസിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പീച്ച് ആണ്. ആം, ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗ് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക. ഇത്രയാണ് പേഷ്യൻ്റെ സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടായി കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം കണ്ടീഷൻ, അതായത് നമുക്ക് ഒരു കോളത്തിൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻ കൊടുക്കും, ആക്ഷൻസ് ടു ടേക്ക് കൊടുക്കും, പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ കൊടുക്കും. ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിഡിലിലെ കാര്യമാണ് കേട്ടോ. ഇപ്പം ഈ ലെഫ്റ്റ് സൈഡ് ആമും ലെഗും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അഫേസിയ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് ഏത് കണ്ടീഷൻ ആയിരിക്കും ഇതെന്ന് നിങ്ങൾ ഗസ് ചെയ്തെടുക്കണം. ഓക്കെ, നൗ ബെൽസ് പാൽസി ആണോ, സീജർ ആണോ, മൈഗ്രെയിൻ ആണോ, ഹൈപ്പോഗ്ലൈസീമിയ ആണോ, അതോ CVA ആണോ, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ് ആണോ നോക്കുക. അപ്പോൾ ആ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ബെൽസ് പാൽസി അല്ല. അപ്പോൾ ബെൽസ് പാൽസിയുടെ സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ, ഓൾറെഡി നമ്മൾ പഠിക്കുക അതൊക്കെ കേട്ടോ. സീഷർ, മൈഗ്രെയിൻ, ഹൈപ്പോഗ്ലൈസീമിയ ഇതൊന്നും അല്ല, മൈഗ്രെയിൻ ഒന്നും അല്ലത് കേട്ടോ. പാർഷ്യൽ സീഷറും അല്ല, ഹൈപ്പോഗ്ലൈസീമിയ അല്ല. സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, കണ്ടീഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ആണെങ്കിൽ അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് അവിടെ റെക്കഗ്നൈസിങ് ക്യൂസ്, അതായത് നമ്മൾ അബ്നോർമലും നോർമലും ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്നിട്ട് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ മിഡിലുള്ളത് ചെയ്തു കേട്ടോ. കണ്ടീഷൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻസ് ടു ടേക്ക് എടുക്കുക. ഓക്കെ, എന്തൊക്കെ ആക്ഷൻസ് ഇതിനു വേണ്ടി ചെയ്യാം. അപ്പം CVA ആണ്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും എന്ത് ടൈപ്പ് ഓഫ് CVA ആണെന്ന് അറിയാൻ വേണ്ടി CT സ്കാൻ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഹെമറേജിക് CVA ആണോ, ഹെമറേജിക് സ്ട്രോക്ക് ആണോ എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതിനുവേണ്ടി CT സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതിവിടെ കൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, നൗ ബ്ലഡ് പ്രഷർ മാനുവലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കാരണം ഇവിടെ ഓൾറെഡി ബ്ലഡ് പ്രഷർ 181 എന്നുള്ളതുകൊണ്ട് അപ്പം നമുക്കത് ആവശ്യമില്ല. ലംബാർ പങ്ക്ചർ ചെയ്തുകൊണ്ടും ഇപ്പോൾ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് CT ആണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലേ ചെയ്യാം. ഓക്കെ, പിന്നെ MRI ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, CT ചെയ്ത് കഴിഞ്ഞിട്ടാണ് MRI നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏറ്റവും 2 പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും CTക്കുമാണ്. അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ വന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ എന്ത് കിട്ടും, 3 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കണ്ടീഷനും ഈ ആക്ഷൻസും കറക്റ്റ് ആണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെ മോണിറ്റർ ചെയ്യണം, അതായത്
ഇനി ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വേഴ്സൺ ആകുന്നുണ്ടോ അതോ പ്രോഗ്രസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. നൗ GCS ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. GCS നോക്കണം. ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിപ്പം എസ്പെഷ്യലി സ്ട്രോക്ക് ഒക്കെയുള്ള പേഷ്യൻറ്റിന് ഇങ്ങനെ 15 മിനിറ്റ്സ് ഹാഫ് ആൻ അവർ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിറ്റ് നമുക്ക് പറ്റില്ല, ഇപ്പം ഓൾറെഡി മൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. വൈറ്റൽ സൈൻസ് ഓഫ് കോഴ്സ് നമുക്ക് 181 BP ഉണ്ട്, അപ്പോൾ അത് മോണിറ്റർ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു അബ്നോർമാലിറ്റി ആയിരുന്നു അവിടെ, അപ്പോൾ അതുകൊണ്ട് അത് വേണം. ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ ആവശ്യമില്ല. വിഷ്വൽ ആക്യൂറ്റി നമുക്കിപ്പോൾ ആവശ്യമില്ല, പ്രയോറിറ്റിയിലുള്ളതല്ല. അപ്പോൾ ഇതും നമ്മളിവിടെ വന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ബോട്ടായി ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ 5 എണ്ണവും കറക്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ, 5 പോയിന്റ്സ് അവിടെ കിട്ടും. ഓക്കെ, ആൻഡ് ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഈ കണ്ടീഷൻ തെറ്റായി എന്നുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് പോകും. അപ്പം നിങ്ങൾക്ക് 4 മാർക്കേ അവിടെ കിട്ടുള്ളൂ. മൈനസ് മാർക്കിംഗ് ഇവിടെ ഇല്ല കേട്ടോ. ബോട്ടായി ക്വസ്റ്റ്യൻസിൽ മൈനസ് മാർക്കിംഗ് ഇല്ല. സോ നിങ്ങൾ 3 എണ്ണം കറക്റ്റ് ആക്കിയാൽ 3 മാർക്ക് കിട്ടും, 2 എണ്ണം കറക്റ്റ് ആക്കിയാൽ 2 മാർക്ക് കിട്ടും. അങ്ങനെയാണ് വരിക ഇവിടെ. ഓക്കെ, അപ്പം ഓരോ സെഷനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കാതെ ആദ്യം ഫസ്റ്റ് പാർട്ട് ചെയ്ത് തീർക്കുക. പൊട്ടൻഷ്യൽ കണ്ടീഷൻ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് മാത്രം ആദ്യം ചെയ്യുക. അതിനുശേഷം അതിനനുസരിച്ച് രണ്ടാമത്തെ ചെയ്യുക. അടുത്ത കോളത്തിലോട്ട് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം അടുത്ത കോളം. അങ്ങനെ 3 പാർട്ടായിട്ട് കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോട്ടായി ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. എപ്പോഴും ഓർക്കുക, നമ്മൾ NCLEX-RN പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രോമെട്രിക് എക്സാംസ് ഒക്കെ എഴുതിയ ആളാണെങ്കിൽ നമ്മൾ DHA MOH പോലെ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പോലെ അല്ല ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള നോളജും ഇതിൻ്റെ സ്കോറിങ്ങും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ജസ്റ്റ് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ NCLEX-RN എക്സാം എഴുതാനായിട്ട് പോകരുത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അതെങ്ങനെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയേ പോവുള്ളൂ. വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ നമ്മൾ കാണണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒത്തിരിയും എല്ലാ ടോപ്പിക്കും പഠിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCLEX-RN വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് അതല്ലാതെ നമ്മളിപ്പം നമുക്കറിയാം പെട്ടെന്ന് തന്നെ പാസ്സാവണം എന്ന് താല്പര്യപ്പെടുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ നന്നായി ടൈം എടുത്ത് പഠിക്കണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി പോവുക. ക്ലാസ് അറ്റൻഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് സെപ്പറേറ്റ്ലി നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് ടൈം എടുത്ത് കുറേ അതിനുവേണ്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാവുള്ളൂ. ഇപ്പോൾ കണ്ടീഷൻസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്? പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ? അല്ലാതെ നമ്മളൊരു കാര്യം വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയല്ല. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകണം. ആ ക്ലാസ് കൊണ്ടൊരു യൂസ് ഉണ്ടാവണം. അല്ലാതെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കാവുള്ളൂ കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം എന്നില്ല. നിങ്ങളുടെ പ്രോബ്ലം എവിടെയാണ്, ഏത് സൈഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് കേട്ടോ. സോ NCLEX-RN ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒന്നും തന്നെ ഇല്ലാതെ ക്ലാസ്സിലിരുന്ന് തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ബോട്ടായി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.